الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الكتاب كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന റബ്ബിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവൻ ഇസ്ലാം ഏറെ വില കൽപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് റബ്ബിന്റെ ആദരവ് ലഭിച്ചിട്ടുള്ള വിഭാഗമാണ് മനുഷ്യരെന്നതാണ്. വലഖദ് കറംന ബനി ആദം, മനുഷ്യവർഗത്തെ നാം ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യൂ എന്ന് മലക്കുകളോട് നാം കൽപ്പിച്ച സന്ദർഭം, സൃഷ്ടികളിൽ ഉത്തമനായ ഒട്ടനവധി മഹത്വങ്ങളുടെ ഉടമയായ അള്ളാഹു ആദരിച്ചിട്ടുള്ള മനുഷ്യനെ സൃഷ്ടിച്ച ഘട്ടത്തിൽ തന്നെ ഉന്നത സൃഷ്ടികളായ മലക്കുകളെ കൊണ്ട് അള്ളാഹു സുജൂദ് ചെയ്യിച്ചിട്ടുണ്ട്. മനുഷ്യന് നൽകിയ ആദരവിൻ്റെ ഭാഗമാണത്. ആ നിലക്ക് അള്ളാഹു ബഹുമാനിച്ചിട്ടുള്ള, അള്ളാഹു ആദരിച്ചിട്ടുള്ള, അള്ളാഹു ഏറെ സവിശേഷതകളും കഴിവുകളും നൽകിയിട്ടുള്ള മനുഷ്യർ പക്ഷേ പരസ്പരം ആദരിക്കുന്നിടത്ത്, പരസ്പരം ബഹുമാനിക്കുന്നിടത്ത്, പരസ്പരം ജീവന് വില കൽപ്പിക്കുന്നിടത്ത് എത്രമാത്രം പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് വർത്തമാനകാല സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ജീവന് അതിയായ വിലയുണ്ട് എന്നതാണ്. 4-ാമത്തെ അധ്യായം 29-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പരസ്പരം സമ്പത്ത് ഭുജിക്കരുത് അന്യായമായ വിധത്തിൽ. ന്യായമല്ലാത്ത മാർഗത്തിൽ പരസ്പരം വെട്ടിപ്പിടിക്കുന്ന, ഭക്ഷിക്കുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടമൊഴികെ. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ സ്വയം നിങ്ങളെ നശിപ്പിച്ച് കളയരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹു തീർച്ചയായും നിങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ജീവൻ എന്നത് വിലപിടിച്ചതാണ് എന്നതുകൊണ്ട് ആ ജീവനെ സ്വയം നശിപ്പിക്കുന്നതിന് അഥവാ ആത്മഹത്യയെ പരിശുദ്ധ ഇസ്ലാം വലിയ പാപമായി കാണുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇങ്ങനെ കാണാം, മൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ
ഫഹദീദതുഹു ഫീ യദിഹി യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലിദൻ ഫീഹാ അബദ വമൻ ശരിബ സുമ്മൻ ഫഖുതില നഫ്സഹു ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖ്ലിദൻ ഫീഹാ അബദ വമൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി, ഇബ്നു മാജ എല്ലാവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾ ഒരു ഇരുമ്പ് ഉപയോഗിച്ച്, ആയുധം ഉപയോഗിച്ച് തന്റെ ജീവനെ നശിപ്പിച്ചാൽ നാളെ നരകത്തിൽ അവനുള്ള ശിക്ഷ ആ ഇരുമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ വയറിൽ ആഞ്ഞു കുത്തി സ്വയം ജീവനെ നശിപ്പിക്കുന്ന ശിക്ഷ അവന് തുടർച്ചയായി നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. വിഷം കഴിച്ചാണ് ഒരാൾ തന്റെ ജീവൻ എടുത്തു കളഞ്ഞത് എങ്കിൽ നരകത്തിൽ വെച്ച് അതേ കാര്യം അവനെ കൊണ്ട് ആവർത്തിച്ച് ചെയ്യിക്കും. ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ടാണ് അവൻ ജീവൻ നശിപ്പിച്ചതെങ്കിൽ ആ കാര്യം നരകത്തിൽ വെച്ച് ശാശ്വതമായി അവനെ കൊണ്ട് അള്ളാഹു ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ശിക്ഷയുടെ ഭാഗമായിട്ടാണ്. കാരണം അള്ളാഹു നൽകിയതാണ് ജീവൻ. ആ ജീവനെ സ്വയം വലിച്ചെറിയുന്നത്, ആത്മഹത്യ ചെയ്യുന്നത് റബ്ബിനോടുള്ള ധിക്കാരമാണ്. അതുകൊണ്ട് തന്നെ കഠോരമായ ശിക്ഷയാണ് നരകത്തിൽ അതിനുവേണ്ടി നൽകപ്പെടുന്നത്. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവനെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ജീവന്റെ കാര്യത്തിൽ അതാണെങ്കിൽ മറ്റൊരാളുടെ ജീവനെയും അതിയായ ആദരവോടുകൂടി കാണുന്നവനാകണം മനുഷ്യൻ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമാ. ഒരു മുഅ്മിനിനെ മനഃപൂർവ്വം ആരെങ്കിലും കൊന്നാൽ അവന് നരകമല്ലാതെ ശിക്ഷയില്ല. ആ നരകത്തിൽ അവൻ ശാശ്വതമായി വസിക്കേണ്ടി വരും. മാത്രമല്ല അള്ളാഹുവിന്റെ കോപവും അള്ളാഹുവിന്റെ ശാപവും അവനുണ്ടാകും. കടുത്ത ഗൗരവതരമായ ശിക്ഷയാണ് അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. മുഅ്മിനിന്റെ ജീവൻ അന്യായമായി ഹനിക്കുക എന്ന്. നേരത്തെ ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിശദമായി ആഴ്ചകളോളം നമ്മൾ മനസ്സിലാക്കിയപ്പോൾ കൂട്ടത്തിലും അള്ളാഹു പഠിപ്പിച്ച കാര്യം അന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. റബ്ബല്ലാത്ത മറ്റൊരാളോടും പ്രാർത്ഥിക്കയില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെ അല്ലാഹു പറഞ്ഞത്, അന്യായമായി അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ഒരാത്മാവിനെയും അന്യായമായി അവർ കൊലപ്പെടുത്തുകയില്ല എന്നതാണ്. അപ്പൊ മനുഷ്യവധം ഗൗരവതരമായ ഒരു തെറ്റായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനം ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറാ. അല്ലാഹു വിശുദ്ധമാക്കിയിട്ടുള്ള ഒരൊറ്റ ജീവനെയും നിങ്ങൾ വധിച്ചു കളയരുത്. അക്രമത്തിന്റെ മാർഗത്തിൽ അങ്ങനെ ഒരാൾ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഘാതകനെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ശിക്ഷ അവനുണ്ടായിത്തീരും. അവനെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവുകയില്ല എന്നത് ഗൗരവത്തോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ കാര്യത്തിൽ, അത് ഹനിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടാൻ പോലും പാടില്ല എന്നതാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. കൊല്ലണമെന്നില്ല, കത്തി എടുത്താൽ മതി, ആയുധം എടുത്താൽ മതി. കാരണം അതുപോലും തന്റെ ശത്രുവിന്റെ ജീവൻ അപകടപ്പെടുത്തുക എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണല്ലോ. അതുകൊണ്ട് ആയുധം ചൂണ്ടാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാകുന്നു ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, എണ്ണിപ്പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അതിലൊന്നാമത്തേതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക. 2 വസ്സിഹർ, മരണം. 3 വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്,
അന്യായമായ നിലക്ക് അള്ളാഹു വിശുദ്ധമാക്കിയിട്ടുള്ള ആത്മാക്കളെ വധിച്ചു കളയുക, ജീവനെ ഇല്ലാതാക്കുക എന്നതാണ് മൂന്നാമത്തെ വിഷയമായി അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് നടന്ന ഒന്നാമത്തെ കൊലപാതകം നമുക്കറിയാം. ആദം അലൈഹിസ്സലാമിന്റെ 2 സന്തതികൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു പ്രശ്നം. ഒരാളുടെ ബലി സ്വീകരിക്കപ്പെടുകയും മറ്റേയാളുടേത് സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അസൂയമൂത്ത സഹോദരൻ തന്റെ സഹോദരനെ വധിച്ചു കളയുകയാണ്. ആ കാര്യം വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ആ നിസ്സാരമായ കാര്യത്തിന് വേണ്ടി സ്വന്തം സഹോദരന്റെ ജീവൻ ഹനിച്ച ശേഷം എങ്ങനെ മയ്യത്ത് മറവ് ചെയ്യും എന്നതറിയാതെ മിഴിച്ചു നിൽക്കുമ്പോ ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ. മയ്യത്ത് മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയില്ല, കാരണം അതിന്റെ മുമ്പ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഒരു കാക്കയെ അയച്ചു. യബ്ഹസു ഫിൽ അർളി ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖീ. നിലത്ത് മാന്തി കുഴി ഉണ്ടാക്കിയിട്ട് കാക്ക കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ഡെഡ് ബോഡി മറവ് ചെയ്യേണ്ടത് എന്ന്. തന്റെ സഹോദരന്റെ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി ആ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ മയ്യത്ത് മറമാടൽ എങ്ങനെ എന്നതുപോലും അറിയാത്ത കാലത്ത് ലോകത്ത് കൊലപാതകം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നും തുടർന്നു പോവുകയാണ്. ആ കാര്യവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. അതുകൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തെ നാം തെര്യപ്പെടുത്തിയിരിക്കുന്നു, ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഏത് കാര്യം? ഏതൊരാൾ അന്യായമായി ഒരു മനുഷ്യനെ വധിക്കുക, എങ്ങനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി എന്ന കാരണത്താൽ, അല്ലെങ്കിൽ അതുപോലെ ഒരാളെ കൊന്നു എന്നതിനുള്ള പകരമുള്ള ശിക്ഷ എന്ന നിലക്കല്ലാതെ അന്യായമായ നിലക്കൊരു മനുഷ്യനെ വധിച്ചു കളഞ്ഞാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അത് മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ അത് മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചു. ഈ കൊലപാതകം, അതിന്റെ വർധനവ് അന്ത്യനാളിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തി തന്നത്. ഞാൻ എന്തിനു വേണ്ടി അവനെ കൊന്നു എന്നതുപോലും അറിയാത്ത വിധത്തിൽ കൊലപാതകം ലോകത്ത് നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചിട്ടാണ് ഹർജ് വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട്. എന്താണത് എന്ന് ചോദിച്ചപ്പോഴാണ് യഖ്തുലു ബഅ്ദുഹും ബഅ്ദാ, മനുഷ്യർ പരസ്പരം കൊല്ലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ പോലും വിലപ്പെട്ട ജീവൻ ഇല്ലാതാക്കുന്ന, കൊലപാതകം വർദ്ധിക്കുന്ന അവസ്ഥ. അതിന്റെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്ലാം വളരെ കൃത്യമായി അതിനുള്ള പരിഹാരങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ തിന്മ സംഭവിക്കാതിരിക്കാൻ കൊലപാതകത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് പലപ്പോഴും ഏതാണ്? കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി, ഉമ്മുൽ ഖബായിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലഹരിയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ ബഹുഭൂരിഭാഗവും ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മയുടെ കഴുത്തിൽ കത്തിവെക്കാൻ മകനെ പ്രേരിപ്പിച്ചത് ലഹരിയാണ്, നമുക്കറിയാം. അവിടെ വലിയ ഒരു ദുരന്തം, ദുഃഖകരമായൊരു കാര്യം കൂടി ഇന്നിന്റെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്. ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ പിടിക്കപ്പെട്ടാൽ അന്വേഷണത്തിന് വേണ്ടി അവരെ കൊണ്ടുവരുമ്പോ, തെളിവെടുപ്പിന് വേണ്ടി അവരെ കൊണ്ടുവരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഒരു കൂസലുമില്ലാതെയാണ് അത്തരം ആളുകളെ കാണുന്നത്. ആ കൊച്ചു പ്രായത്തിലുള്ള മകൻ പോലും ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ജന്മം നൽകിയതിന് പകരം വീട്ടിയതാണ് ഞാൻ എന്നുള്ളത്. ലഹരി അത്രത്തോളം ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിന്റെ ഏറ്റവും പ്രേരകമായി വർദ്ധിക്കുന്നത് ഇസ്ലാം പാപങ്ങളുടെ, തിന്മകളുടെ മാതാവ് എന്ന് പഠിപ്പിച്ച ലഹരിയാണ്. രണ്ടാമത്തേത് അന്ധവിശ്വാസമാണ്. വളരെ കൃത്യമായൊരു വിശ്വാസം മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും ഇനമാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഏത് കാര്യമാകട്ടെ
അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അതുകൊണ്ട് ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തത് ഖൈറും ഷർറും എന്റെ റബ്ബിൽ നിന്നാണ്. എന്റെ റബ്ബ് എനിക്ക് എന്ത് വിധിക്കുന്നുവോ അതേ സംഭവിക്കുകയുള്ളൂ എന്ന് കൃത്യമായ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന് ആ ഈമാനിലൂടെ ലഭിക്കുന്നത് അമ്നാണ്, നിർഭയത്വമാണ്. അതിനപ്പുറം ഒരു കരിമ്പൂച്ച ഓടിയാൽ, അല്ലെങ്കിൽ ഒരു പല്ലി കൊക്കിയാൽ, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയപ്പാട് ആളുകളുടെ മനസ്സിലേക്ക് കടന്നുകൂടും. എന്തിനേറെ പറയുന്നു, താങ്കളുടെ ഭാര്യ താങ്കളെ വിട്ടുപോകാൻ കാരണം അയൽപക്കത്തുള്ള നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് കേട്ടപ്പോഴേക്കും അവളെ കൊല്ലാൻ മാത്രം ഒരു മനുഷ്യന്റെ അന്ധവിശ്വാസം വളർന്നിരിക്കുകയാണ്. ആ കൊലപാതകം ഒന്നിൽ അവസാനിക്കാതെ തുടർന്നു പോയത് വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ കണ്ടു. അവിടെയാണ് വിശ്വാസരംഗത്ത് മനുഷ്യൻ സുരക്ഷിതനാകുമ്പോ, മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുമ്പോ മാത്രമേ ഈ മ്ലേച്ഛതയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് സാമ്പത്തിക താൽപര്യങ്ങളാണ്. സ്വന്തം സഹോദരനെ പോലും ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ചില്ലറ ഇടപാടുകൾക്ക് വേണ്ടി പരസ്പരം കുത്തിക്കൊല്ലുന്ന ഹീനമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്ഥലത്ത് 5ഓളം വരുന്ന സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ ഒരു സ്ത്രീ വിഷം നൽകി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചത് അവരുടെ സ്വത്ത് സ്വന്തമാക്കുക എന്ന താല്പര്യത്തിന്റെ പേരിൽ മാത്രമായിരുന്നു എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. സാമ്പത്തികമായ താല്പര്യങ്ങൾ ജീവനെ ഹനിക്കുന്നിടത്ത് മനുഷ്യന് പ്രേരകമായി തീരുന്നു. അവിടെയാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ നിർദ്ദേശം, നിങ്ങൾ കൊല്ലരുത്, ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതെന്ന് തുല്യമാണത് എന്ന് പഠിപ്പിച്ചത്. നാലാമത്തത് ശത്രുതയും വിദ്വേഷവുമാണ് മനുഷ്യനെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അസൂയയാണ്. ഞാൻ ഓർത്തുപോകുന്നു, വർഷങ്ങൾക്ക് മുമ്പ് സമീപമായ ഒരു സ്ഥലത്ത് 2 മക്കള് ഒന്നിച്ചു പഠിച്ചവരായിരുന്നവർ, സുഹൃത്തുക്കളായി വളർന്നവരായിരുന്നവർ. ഒരാൾക്ക് MBBS അഡ്മിഷൻ കിട്ടി, അവന്റെ സുഹൃത്തിന് ലഭിച്ചില്ല. അഡ്മിഷൻ ലഭിക്കാത്ത ആ കുട്ടിയുടെ ഉപ്പ അഡ്മിഷൻ ലഭിച്ച കുഞ്ഞ് ആ മകനെ പത്രം വായിച്ചുകൊണ്ട് ഒരു കടത്തിണ്ണയിൽ മലർന്നു കിടക്കുമ്പോ കഴുത്തിൽ കത്തി കടാര കൊണ്ട് അവൻ അറുത്തു കളഞ്ഞ സംഭവം ഞാൻ ഓർത്തുപോകുന്നു. എന്തിന്റെ പേരില? അസൂയ കൊണ്ട്. എന്റെ മോന് കിട്ടാതെ പോയി, ആ കിട്ടാതെ പോയത് അവന്റെ സുഹൃത്തിന് കിട്ടാൻ പാടില്ല എന്നത്. അസൂയ എന്ന മാരകമായ രോഗം മനുഷ്യനെ വധത്തിലേക്ക്, കൊലപാതകങ്ങളിലേക്ക് പ്രേരിപ്പിക്കുമെന്നതാണ് അനുഭവം. അഞ്ചാമത്തേത് അവിഹിതമാണ്. ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു, ലൈംഗിക ജീവിതത്തിന്റെ കാര്യത്തിൽ വിവാഹത്തിനപ്പുറത്തുള്ളൊരു മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അവിഹിതമായ ബന്ധങ്ങൾ അപകടത്തിലേക്കെത്തും. എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്വന്തം ഭർത്താവ് ഉറങ്ങിക്കിടന്നപ്പോ കഴുത്തറുത്ത് മറ്റൊരു പുരുഷന്റെ കൂടെ പോകാൻ വേണ്ടി അയാളെ വധിച്ചു കളഞ്ഞ് രക്ഷപ്പെട്ട സ്ത്രീ 2 കൊല്ലം കഴിഞ്ഞപ്പോ പത്രത്തിൽ നമ്മൾ അതേ സ്ത്രീയെ കുറിച്ച് വായിക്കുന്നത് ഏതൊരു പുരുഷന്റെ കൂടെയാണോ ഒളിച്ചോടിയത് അയാൾ കൊണ്ടുപോയി അവളെ കൊന്നുകളഞ്ഞു എന്നാണ്. നഊദുബില്ല. അത് സംഭവിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് പിശാചാണ്. വിവാഹേതര ബന്ധങ്ങൾക്ക് കാരണമായി തീരുന്നത് പൈശാചിക പ്രേരണകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തനിക്കൊരു ഭാരമാകുന്നു എന്ന് കാണുമ്പോ കൈയൊഴിയേണ്ടതാണ്, അതാണ് ഉത്തമമെന്ന് തോന്നുമ്പോ വിഷം നൽകാൻ, കടാരി കൊണ്ട് കൊല്ലാനൊന്നും ഈ കമിതാക്കൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എന്തിനേറെ പറയുന്നു, വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്ത് പോലും കൊന്നതിന്റെ വാർത്തയാണല്ലോ കേരളക്കരക്ക് വായിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചെറുപ്പക്കാരികളെ ശ്രദ്ധിക്കണം. പുഞ്ചിരികൾ, മെസ്സേജുകൾ നിങ്ങൾ അവിഹിതമായ ബന്ധങ്ങൾക്ക് പ്രേരണ നൽകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളെ വീട്ടിൽ നിന്ന് ഉപ്പയെ പിണക്കി, ഉമ്മയെ പിണക്കി, ബന്ധുക്കളെ പിണക്കി വിളച്ചിറക്കി കൊണ്ടുപോകുന്നവൻ നാളെ ഏതെങ്കിലും ലോഡ്ജിൽ വെച്ച് നിങ്ങളെ കൊല്ലുകയില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ഏതൊരു ബന്ധത്തിലാണോ എത്തിപ്പെട്ടത് ആ പെൺകുട്ടി നാളെ നിങ്ങൾക്ക് വിഷം നൽകുകയില്ല എന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകളെ, വിവാഹമെന്ന കരാറിനെ അതല്ലാത്ത മറ്റു മാർഗങ്ങളിലൂടെ അവിഹിതത്തിൻ്റെതായ വഴികൾ, അത് വിവാഹിതരോ അവിവാഹിതരോ ആരുമാകട്ടെ സ്വീകരിക്കുന്നുവോ അത് അപകടകരമായ പരിണതിയാണ് ഉണ്ടാക്കുക എന്നത് ഓരോ ദിനവും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അതുകൊണ്ട് ആ രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കലാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരം. ആറാമത്തെ ഏറ്റവും ഗൗരവതരമായൊരു വിഷയം നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ എഴുതപ്പെട്ട മഹത്തരമായൊരു വാചകമാണ്: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല
പാടില്ല എന്നത്. അത് മഹത്തരമായൊരു വാചകമാണ്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, എത്ര വലിയ അക്രമം ചെയ്താലും കൊലപാതകം ചെയ്താലും അയാൾക്ക് ആജീവനാന്ത ജയിൽ ശിക്ഷ നൽകപ്പെട്ടാലും ചിലപ്പോൾ 8-10 കൊല്ലം കഴിഞ്ഞാൽ സർക്കാരുകളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് തുറന്നുവിടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ 4-5 കൊല്ലം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥ. അതാണല്ലോ ഈ അടുത്ത ദിനം പോലും ഒരു മാതാവിനെ കൊന്ന ശേഷം ജയിലിൽ പോയി 5 കൊല്ലം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി ആ 2 പെൺകുട്ടികളുടെ പിതാവിനെയും അവരുടെ വല്യമ്മയെയും കൊന്നുകളയാനുള്ള സാഹചര്യം നൽകിയിട്ടുള്ളത്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിന്റെ ശിക്ഷാമുറയെ പലരും അപഹസിക്കാറുണ്ട്, അതിനെ പരിഹസിച്ചു പറയാറുണ്ട്. കട്ടവന്റെ കൈമുറിക്കുന്ന കാടത്തത്തിന്റെ മതം, വ്യഭിചാരി എറിഞ്ഞുകൊല്ലുന്ന ക്രൂരതയുടെ മതം, കൊലപാതകിയെ അതിന് പകരമായി കൊലശിക്ഷ നൽകുന്ന ക്രൂരതയുടെ മതം. പക്ഷെ അവിടെ ഒരു യാഥാർത്ഥ്യം പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വധത്തിന് പകരം വധമെന്നുള്ളത് ഇസ്ലാമിന്റെ നിയമം ഏത് നാട്ടിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ എണ്ണം തുലം കുറവാണ് എന്നതാണ് ആധികാരികമായ പഠനങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. കാരണം ഇത് ദൈവികമായ വെളിപാടിന്റെ ഭാഗമാണ്. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് സൂറത്തു ബഖറയിലെ 178-179 ആയത്തുകളാണ്. അള്ളാഹു പഠിപ്പിക്കുകയാണ് വിശ്വാസികളോട്, നിങ്ങൾക്ക് ഇസ്ലാമികമായ ഭരണം, ആ രൂപത്തിലൊരു നിയമവ്യവസ്ഥയുള്ള ഒരു സമൂഹത്തിലെ നടപ്പാക്കേണ്ടുന്ന കാര്യം അള്ളാഹു കൽപ്പിക്കുകയാണ്. വധത്തിനു പകരം വധം. കൊലയാളിയെ വധിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അവിടെ സ്വതന്ത്രന് സ്വതന്ത്രനും അടിമക്കടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്നുള്ള നിലക്ക്. ഇനി ആ വധം നടത്തി വധിക്കപ്പെട്ടവന്റെ സഹോദരൻ വിട്ടുവീഴ്ച നൽകിയാൽ തീർച്ചയായും അത് ഉത്തമമാണ്, അത് റബ്ബിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു ഇളവാണ് എന്നൊക്കെ പഠിപ്പിച്ച ശേഷം അല്ലാഹു പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. കൊലക്കു പകരം കൊല, അഥവാ കൊലയാളിയെ വധിക്കുക എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഹയാത്ത്, നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഒരു സമൂഹത്തിന്റെ ജീവൻ എന്നത്, ഒരു സമൂഹത്തിന്റെ പുരോഗമനം എന്ന് പറയുന്നത് കൊലയാളിയെ കൊന്നുകളയുക എന്ന് തന്നെയാണ്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹ് പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ. എന്തിനു വേണ്ടി അള്ളാഹ് നിയമവ്യവസ്ഥ വെച്ചത്? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്. ഇന്നിവിടെ വലിയൊരു തമാശ, 4 പേരെ കൊന്നവനോടാണ് കൊല ചെയ്യപ്പെട്ട 4 പേരോട് തോന്നുന്നതിനേക്കാളും ആളുകൾക്ക് ദയനീയത തോന്നാറുള്ളത് എന്നതാണ്. അത്തരത്തിലുള്ള ഒരാളെ കോടതി എങ്ങാനും തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ പാവം, എന്തിനാ അങ്ങനെ ശിക്ഷ കൊടുക്കുന്നത്? പാവം പെൺകുട്ടി, അവൾക്ക് പ്രായമായിട്ടില്ലല്ലോ, എന്തിനാണ് അവൾക്ക് അത്തരത്തിൽ ഗൗരവമായ ശിക്ഷ കൊടുക്കുന്നത് എന്ന രൂപത്തിൽ നിയമത്തിന്റെ കാര്യത്തിൽ അറിവുള്ള ആളുകൾ പോലും അത്തരം ശിക്ഷാമുറകളെ വിമർശിക്കുന്ന ഒരു ദുരന്തമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യവധം എന്നത് അത്രയേറെ 7 വൻ പാപങ്ങളിൽപ്പെട്ടൊന്നായതുകൊണ്ട് കൊലയാളിക്ക് കൊല നൽകുന്നതിൽ, ശിക്ഷ നൽകുന്നതിലാണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പുള്ളത്. ധാർമ്മികത ഇവിടെ നിലനിൽക്കണമെങ്കിൽ, മനുഷ്യത്വം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ നിയമം നടപ്പാക്കപ്പെടുകയാണ് വേണ്ടത് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അഥവാ ശിക്ഷാമുറകൾ എന്നത് ക്രൂരതയുടെ ഭാഗമായിട്ടല്ല, മനുഷ്യത്വത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെ നിലനിൽപ്പിന്റെയും നാരായവേരായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ബാധ്യത മഹത്തായ മനുഷ്യ സ്നേഹത്തിന്റെ ആദർശം, പരസ്പര സ്നേഹത്തിന്റെ സന്ദേശം. ഒരു ജീവൻ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല, നമുക്കറിയാവുന്നതാണ്. വിവാഹം കഴിഞ്ഞ് 8, 10, 15 കൊല്ലം ലക്ഷങ്ങൾ ചികിത്സിച്ച് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. എന്നാൽ 2, 2.5, 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കാലിൽ തൂക്കി പൊട്ടക്കിണറ്റിലേക്ക് എറിയാൻ, ക്രൂരമായി കശാപ്പ് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ലാത്ത വിധം മനുഷ്യൻ, മൃഗമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പ്രതിഷേധിക്കത്തക്ക വിധത്തിലുള്ള കാടത്തത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കുഞ്ഞിന് ജീവൻ നൽകാൻ ലോകം ഒന്നിച്ചൊരുമിച്ച് കൂടിയാൽ പോലും സാധ്യമാകില്ല. അതുകൊണ്ട് റബ്ബ് നൽകിയ വിലപ്പെട്ടൊരു ജീവന് ആ രൂപത്തിൽ അപകടപ്പെടുത്തുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. ഈ തിന്മ ഈ 2025 പിറന്ന ശേഷം ഓരോ ദിവസവും നമ്മളെ
പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ, ഒരു വാർത്ത പോലും അല്ലാതാകുന്ന വിധത്തിലേക്ക് മനുഷ്യവധം, ജീവന ഹനിക്കുന്ന ദുരന്തം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എല്ലാ നിലക്കും ഈ കാര്യത്തെ നമ്മൾ ഗൗരവതരമായി കാണണം. നമ്മുടെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ന് ക്യാമ്പസുകളിലൊക്കെയുള്ള ഒരു പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കിടയിൽ. നിങ്ങളൊക്കെ സാക്ഷികളാകുന്നുണ്ട്. അടിപിടിയാണ് എവിടെയും. ഇന്നലെയും നമ്മൾ കണ്ടു, ബസ്സിൽ വെച്ചുകൊണ്ട് 11ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നത് ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണിത്. പലപ്പോഴും വിദ്യാലയ അധികൃതർക്ക് ഫോൺ ചെയ്താൽ അവർ ചോദിക്കും, ഇന്നവിടെ ബസ് സ്റ്റാൻഡിന് അടുത്താണല്ലേ, ഇന്നലെ ഇന്ന സ്ഥലത്തായിരുന്നു, മെനഞ്ഞാന്ന് മറ്റേ ബൈപ്പാസിലായിരുന്നു. അവർ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് തമ്പടിക്കും. ഇൻസ്റ്റയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും ഏത് ഭീതിപ്പെടുത്തുന്ന ചിത്രങ്ങൾ. വരൂ, ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രൂപത്തിൽ. എവിടെയും ഏത് പ്രശ്നങ്ങളെയും അവലോകനം ചെയ്യുമ്പോൾ അവസാനം കണ്ടെത്താൻ സാധിക്കാറുള്ളത് ഇൻസ്റ്റഗ്രാമാണ് പ്രതി എന്നുള്ളതാണ്. അതിലൂടെ അവർ ഉയർത്തുന്ന ഭീഷണികളാണ് പലപ്പോഴും കുട്ടികളെ ഈ സംഘട്ടനത്തിലേക്ക് എത്തിച്ചേരുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലുള്ള പിഞ്ചുമക്കള് കഠാരിയുമായി വിദ്യാലയത്തിലേക്ക് പോകുന്ന ദുരവസ്ഥ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ കാരണമായി തീരും. പൈശാചികമായ ഇടപെടലുകൾ മനുഷ്യത്വത്തെ ഹനിക്കുന്ന വിധത്തിൽ വളർന്നു വരുമ്പോ ഈമാൻ കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, തസ്കിയത്ത് കൊണ്ട് നന്നാക്കി തീർക്കുക എന്നതല്ലാതെ പരിഹാരമില്ല. റഹ്മാനായ റബ്ബിനോട് നാം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നടപ്പാക്കി ഉത്തമ മുസ്ലിമായി ജീവിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാലവും സമയവുമെല്ലാം ഏറെ മഹത്വമുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധമായ റമദാനിന്റെ തൊട്ടുമുമ്പുള്ള മാസം ഷഅബാനിലേക്ക് നാം കാലെടുത്തു വെക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത്, ഈ സമയത്ത് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതേറെ പ്രാധാന്യമുള്ളതാണ്. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഷഅബാനെ കുറിച്ച് പറഞ്ഞത് ഷഹറുൽ ഖുറാ എന്നതാണ്. അതേപ്രകാരം അവരുടെ സ്വഭാവത്തെ, അഥവാ ഖുർആൻ പാരായണത്തിൻ്റെതായ മാസം എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് ഖുർആൻ. കച്ചവടക്കാരായ ആളുകൾ പലപ്പോഴും അവരുടെ കടകൾ അടച്ചിട്ടിട്ട് വരെ ഖുർആന്റെ പാരായണത്തിൽ മുഴുകി എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറാകുന്ന ആ റമളാന്റെ കടന്നുവരവിന് തൊട്ടുമുമ്പുള്ള മാസം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് കൂടുതൽ ഇറങ്ങിത്തിരിക്കാനുള്ള സന്ദർഭമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാം. ഈ മാസത്തെ സംബന്ധിച്ച്, ഷഅബാൻ മാസത്തെ സംബന്ധിച്ച്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവിലേക്ക് മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ. അത് 3 വിധത്തിലാണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുക എന്നുള്ളത് ഹദീസുകളിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞതായി ഇങ്ങനെ കാണാം: യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വ അമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. രാത്രിയുടെ കർമ്മങ്ങൾ, അതിന്റെ പ്രതിഫലം പകലിന്റെ കർമ്മങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അതുപോലെ പകലിന്റെ കർമ്മങ്ങൾ രാത്രിയുടെ കർമ്മങ്ങൾക്ക് മുമ്പേ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. മറ്റൊരു ഹദീസിൽ പ്രഭാത പ്രദോഷങ്ങളിൽ മലക്കുകൾ വരും. ആ 2 വിഭാഗം മലക്കുകൾ, ഒന്ന് രാത്രിയുടെ ചുമതലയുള്ള മലക്കുകളും മറ്റൊന്ന് പകലിന്റെ ചുമതലയുള്ള മലക്കുകളും. അവർ അള്ളാഹുവിലേക്ക് ചെല്ലുക,
എല്ലുന്ന സന്ദർഭത്തിൽ അള്ളാഹു ചോദിക്കും, എന്റെ അടിമ എങ്ങനെയായിരുന്നു എന്ന്. പകലിന്റെ ചുമതലയുള്ള മലക്കുകൾ പറയും, ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഇബാദത്തിലായിരുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇബാദത്തിലാണ്. അതുപോലെ തന്നെ മറ്റേ വിഭാഗം മലക്കുകളും റബ്ബിന്റെ മുമ്പിൽ അറിയിക്കും. അഥവാ പ്രഭാത പ്രദോഷങ്ങളിലെ നമസ്കാരങ്ങളിൽ ദിക്റുകളിൽ നാം മുഴുകുമ്പോൾ സാക്ഷികളാകുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് നമ്മളെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കും. പകലിലും രാത്രിയിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായ ആഴ്ചയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, തുഅറദുൽ അഅമാലു അലല്ലാഹി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വായിം. ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ കർമ്മങ്ങൾ റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്. ആ 2 ദിനങ്ങൾ പ്രത്യേകിച്ചും അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെട്ട് മലക്കുകൾ അതുമായി ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ദിവസമാണ് എന്നതാണ്. മൂന്നാമത്തേത് വർഷവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. ശഅബാൻ മാസം അള്ളാഹുവിലേക്ക്, ലോകങ്ങളുടെ രക്ഷിതാവിലേക്ക് എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യം ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം അറഹു സ്വായിമൻ മിൻ ഷഹ്രിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ശഅബാൻ. ശഅബാനിൽ നോമ്പ് നോറ്റ അത്രയും മറ്റൊരു മാസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിട്ടില്ല. കാന യസൂമു ശഅബാന കുല്ല. ശഅബാൻ മുഴുവനായിട്ട് അവിടുന്ന് നോമ്പ് നോറ്റു. കാന യസൂമു ശഅബാൻ ഇല്ലാ ഖലീല. ശഅബാനിൽ കുറച്ച് ദിവസം അല്ലാതെ റസൂലുള്ളാഹി നോമ്പ് നോൽക്കാതിരുന്നിട്ടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് ശർഹ് മുസ്ലിമിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയുന്നു, വബയാൻ അന്ന ഖൗലഹാ കുല്ല ഐ ഗാലിബ. ശഅബാൻ മുഴുവൻ റസൂലുള്ളാഹി നോമ്പ് നോറ്റു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അതിൽ ബഹുഭൂരിഭാഗം ദിവസവും എന്നാണ്. അഥവാ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റ മാസം ശഅബാൻ ആയിരുന്നു എന്നാണ്. എല്ലാ അർത്ഥത്തിലും ആത്മീയമായ ഉണർവിന്റെ, ശുദ്ധീകരണത്തിന്റെ, ഖുർആനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടുന്ന ഒരു മാസമാണ് നമ്മളിലേക്ക് സമാഗതമാകുന്നത്. അതിനെ ആ നിലക്ക് അമലുകൾ കൊണ്ട് സജീവമാക്കി തീർക്കാൻ, ദിക്റുകൾ കൊണ്ട് നനവുള്ളതാക്കാൻ നാം പ്രത്യേകം പരിശ്രമിക്കുക. ദീനിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നടപ്പാക്കിക്കൊണ്ട് ഉത്തമമായൊരു മുസ്ലിമായി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ അമലുകൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ നമുക്ക് തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.